നിറക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് പെൻസിൽ കളേഴ്സ് വെച്ചിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ആണ്. നമ്മുടെ ബേസിക്സ് പറയുന്ന ഒരു ട്യൂട്ടോറിയൽ അല്ല ഇന്ന് ചെയ്യുന്നത് ഒരു പൈനാപ്പിൾ ആണ്. ഒരു പൈനാപ്പിൾ പ്രിസ്മ കളേഴ്സ് വെച്ച് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് എന്നാ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് പെൻസിൽ കളേഴ്സ് വെച്ചിട്ട് പൈനാപ്പിൾ വരയ്ക്കാം. ഇപ്പൊ പൈനാപ്പിളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ക്രൗൺ, അതായത് അതിന്റെ ഇലയൊക്കെ വരുന്ന ഭാഗം എന്തുമാത്രം ഹൈറ്റ് ഉണ്ടോ അത്രയും തന്നെ ഹൈറ്റ് ഉണ്ടാവും അതിന്റെ ആ ഫ്ലഷ് വരുന്ന ഭാഗത്ത്. ഇത്രയും പൊക്കം വരുന്ന പൈനാപ്പിൾ ആണ് വരയ്ക്കുന്നത്. അപ്പൊ അതിന്റെ പകുതിയോളം അതിന്റെ ഫ്ലഷും പകുതിയോളം അതിന്റെ ലീവ്സ് ആയിരിക്കും. പകുതി ഭാഗത്തേക്ക് നമുക്ക് അതിന്റെ ഫ്ലഷ് വരയ്ക്കും. ഫ്ലഷ് വരയ്ക്കുമ്പോൾ ഒരു സർക്കിളും അല്ല റെക്ടാങ്കിളും അല്ലാത്ത രീതിയിലാണ് അതിരിക്കുന്നത്. നമുക്കത് ഒന്ന് വരയ്ക്കും. ഈ സാധാരണ ഒരു HB പെൻസിൽ വെച്ചിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഒട്ടും പേപ്പറിലേക്ക് കുത്താത്ത രീതിയിലാണ് വരയ്ക്കുന്നത്. ഞാൻ ആദ്യം ഒരു റെക്ടാങ്കിൾ വരയ്ക്കുവാണ്. ആ റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ താഴ്ഭാഗം കുറച്ച് വീതി കൂടിയും മോൾ ഭാഗത്ത് ഇത്തിരി അതിനേക്കാളും ഒരു അല്പം കൂടി വീതി കുറവായിരിക്കും. എന്നിട്ട് ഞാൻ അതങ്ങ് ജോയിൻ ചെയ്യും. ഇനി അതിന്റെ 4 കോർണേഴ്സും ഒന്ന് റൗണ്ടഡ് ആക്കുവാണ്. ഇങ്ങനെയാണ് അതിന്റെ അടിഭാഗം വരയ്ക്കുന്നത്. ഇതിന്റെ ഷേപ്പ് നിങ്ങൾ ഒട്ടും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് കറക്റ്റ് ആയിട്ട് ഉള്ളൊരു റൗണ്ടോ റെക്ടാങ്കിളോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു ഒട്ടും സിമെട്രിക്കൽ അല്ലാത്ത ഷേപ്പ് വരയ്ക്കുന്നതാണ് നല്ലത്. ഞാൻ ബാക്കി ഭാഗങ്ങൾ മായ്ച്ചു കളയുവാണ്. ഇനി നമ്മൾ അതിന്റെ ലീവ്സ് വരയ്ക്കുവാണ്. നല്ല തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ലീവ്സ് ആണ് പൈനാപ്പിളിന്റെ പ്രത്യേകത. നമുക്ക് ആദ്യം ഇതിന്റെ മേലേക്ക് ഏറ്റവും മുകളിലേക്ക് നിൽക്കുന്ന ഇല വരയ്ക്കാം. ഇവിടെ തൊടാതെ ഇവിടെ നിന്നാണ് വരയ്ക്കുന്നത്. ഒരെണ്ണം വരച്ചു. ഇനി അടുത്തത് ഇവിടുന്ന് വേറൊരെണ്ണം വരച്ചു. ഇത് ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഇലകൾ, തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ഇലകൾ നിങ്ങൾക്ക് വരയ്ക്കാം. വേറൊരെണ്ണം ഇവിടുന്ന് വരയ്ക്കുകയാണ്. പിന്നെ കുറെ എണ്ണം നമുക്ക് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നതായിട്ട്, താഴ്ഭാഗത്തുള്ള ലീവ്സ് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന പോലെ ആയിട്ടിരിക്കുക. നമുക്ക് അതും വരച്ചു കൊടുക്കാം. അതിന് ഇങ്ങനെ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ പോലെ വരച്ചാൽ മതി. കുറച്ച് ട്രയാങ്കിൾസ് പോലെ ഇവിടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ലീവ്സിന്റെ ഒരു പ്രതീതി കിട്ടും. ഇവിടെ ഈ നടുക്ക് ഈ മുകളിലും താഴത്തെയും ഇലകളുടെ ഇടയിലുള്ള ഇലകൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ 2 ലൈൻസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് ജോയിൻ ചെയ്യുന്ന പോലെ ട്രയാങ്കിൾ വരയ്ക്കും. എന്നിട്ട് അതിവിടെ ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ അതിങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലെ കാണപ്പെടും. നമുക്ക് സൈഡിലേക്കുള്ള ലീവ്സ് വരയ്ക്കാം. പൈനാപ്പിളിന്റെ ലീവ്സിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ഈ അറ്റം ഭയങ്കരമായിട്ട് കൂർത്തിരിക്കുന്നതായിരിക്കും. ആ കൂർത്തിരുന്നിട്ട് നമുക്ക് ആ കൂർത്ത ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് കളർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കൂടുതൽ ലീവ്സ് വരച്ച് ഇതൊന്ന് തിക്കി നിറച്ച് രീതിയിൽ ആക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഇതുപോലെ ലീവ്സ് വരയ്ക്കും. ഇപ്പൊ ഏകദേശം ഇതിന്റെ ഒരു സ്കെച്ച് റെഡിയായി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൈനാപ്പിളില് മുള്ളുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ആ മുള്ളുകൾ എങ്ങനെയാ വരയ്ക്കണേന്ന് നോക്കാം. അതിന് നമ്മൾ ഏകദേശം നടുക്കിന് തൊട്ട് മേലെയായിട്ട്, അതായത് ഞാൻ ഇവിടെയാണ് ഏകദേശം ഒരു ഹെക്സഗനും അല്ല ഒരു സർക്കിളും അല്ലാത്ത രീതിയിലുള്ള ഒരു ഷേപ്പ് ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഹെക്സഗൻ എന്ന് പറഞ്ഞാൽ 6 സൈഡുള്ള ഷേപ്പാണ്. എന്നോട് വരച്ച് കാണിക്കാം. ഇങ്ങനെയാണ് ഹെക്സഗൻ വരിക. അപ്പൊ നമ്മൾ കുറെ ഹെക്സഗൻ അടുക്കി വെക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എല്ലാം കൊണ്ട് അടുക്കി വെച്ച ഇങ്ങനെ നേരെയല്ല പോകുന്നത്, ഇങ്ങനെ ബ്രിക്ക് അടുക്കി വെച്ച പോലെ ആണ് ഇരിക്കുക. അതേപോലെയാണ് നമുക്കിവിടെ പൈനാപ്പിൾ ആ മുള്ളിന്റെ ആ ഒരു ഭാഗം അടുക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ശരിക്കും ഹെക്സഗണൽ ഷേപ്പ് അല്ല, എന്നാൽ ആ ഒരു സർക്കിൾ ഷേപ്പും അല്ല, രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഒരു തരത്തിലുള്ള ഷേപ്പാണ്. അപ്പൊ ഞാനിവിടെ ഒരു ഹെക്സഗൻ വരയ്ക്കുവാണ്. ഇത് ശരിക്കും ഹെക്സഗൻ അല്ല, ഒരു റൗണ്ട് പോലെയുള്ള ഒരു ഹെക്സഗൻ. എന്നിട്ട് ഇത് ഈ ഒരു പാറ്റേണിൽ ഞാനത് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന്റെ നടുക്ക് വെച്ചിട്ട് അടുത്തത് വരയ്ക്കുവാണ്. ഞാൻ അതിൻ്റെ അടുത്തത്, അതിൻ്റെ അടുത്തത്, അങ്ങനെ അത് ഫുൾ നമുക്ക് ഫില്ല് ചെയ്യാം. ഞാൻ ഏകദേശം ഇത് ഫില്ല് ചെയ്ത് കളഞ്ഞു. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് അല്ല, എന്നാലും ഹെക്സഗൻസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും ആ പൈനാപ്പിളിന്റെ ഫ്ലഷ്. അവിടെ നിന്നാണ് ആ മുള്ള് വരുന്നത്. ഇനി നമുക്ക് ആ മുള്ള് എങ്ങനെയാ വരയ്ക്കുന്നത് നോക്കാം. പൈനാപ്പിളില് അതിന്റെ അടിഭാഗത്ത് ഒരു കവറിങ് പോലെ ഉണ്ടാവും. എന്നിട്ട് അതിങ്ങനെ കൂർത്ത് വരും. അത് നമുക്ക് എല്ലാത്തിലും ഒന്ന് വരച്ചു കൊടുക്കാം. എല്ലാ ഹെക്സഗണിലും ആ ഒരു പാർട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അത് വളരെ റാൻഡം ആയിട്ട് ഇവിടുന്ന് പകുതിയിൽ തൊട്ട് താഴെ ഇങ്ങനെ ഒരെണ്ണം അങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുക. അവിടെ നിന്ന് ഒരു കൂർത്ത് വരുന്ന പോലെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് വിടുവാണ്. ഇതിൻ്റെ ഇടയിൽ ഇതിൽ കൂടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ ഒരു ഷേപ്പിന് എല്ലായിടത്തും ഫില്ല് ചെയ്യുവാണ്. ഈ സെയിം ഷേപ്പ് ആവണമെന്നല്ല, അതിപ്പോൾ ഇതിനകത്ത് ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കുന്ന പോലെ നമുക്ക് വരയ്ക്കാം. ചിലതിൽ ഇതിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും, ചിലതിന് അതിൻ്റെ അകത്ത് തന്നെ നിൽക്കും. അങ്ങനെ പലതിനും പല ഷേപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അല്ല, എല്ലാത്തിനും ആ ഒരു കൂർത്ത ആ ഒരു പോയിന്റ് എല്ലാത്തിലും ഉണ്ടാവും. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളത് പുറത്തേക്കായിട്ട് വരയ്ക്കുകയാണ്. ഇതേ സാധനം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ സൈഡിൽ വരയ്ക്കുകയാണ്. ചിലത് ഇങ്ങനെ പോയിന്റ് ആയിട്ട് വരും, ചിലത് ഇങ്ങനെ നിൽക്കും. എല്ലാം ഒരേ ഷേപ്പിലാവാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിന് ഒരു കാർട്ടൂൺ ലുക്ക് വരെയല്ല ഒരുപോലെ വന്ന് നമ്മൾ എല്ലാം പല ഷേപ്പിൽ വരുന്ന രീതിയിലാണ് വരയ്ക്കുക. ഇവിടെ ചെയ്ത പോലെ തന്നെ ഇപ്പുറ സൈഡിൽ നമുക്ക് വരയ്ക്കാം. ഇപ്പൊ
അപ്പോൾ ഇത് ഫുള്ള് ആ മുള്ള് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കളർ ചെയ്ത് തുടങ്ങാം. ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പ്രിസ്മ കളറിന്റെ പ്രീമിയം കളർ പെൻസിൽസ് ആണ്. ആദ്യം നമുക്ക് ഈ മുള്ള് വരുന്ന ഭാഗത്ത് കളർ ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ കളറ് ബ്രൗൺ സിയനയാണ്, സിയന ബ്രൗൺ. നമുക്ക് അടിച്ചു തുടങ്ങാം. ഈ മുള്ള് വരുന്ന ഭാഗം നമുക്ക് കളർ അടിച്ചു തുടങ്ങാം. ഞാൻ ഇത് ഒരെണ്ണം എടുക്കുവാണ്. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് വളരെ ലൈറ്റ് ആയിട്ട് ഒരു ഫൈബർ വരുന്ന രീതിയിൽ ലൈൻ പോലെ കുറച്ച് വിട്ട് ഇത് കളർ ചെയ്യുകയാണ്. വളരെ ലൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഒന്നൊരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നു, മേലേക്ക് ചെയ്യുന്നു. ഒരു നാര് പോലെയാണ് കൊടുക്കുന്നത്. ഇടയ്ക്കൊക്കെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഇനി ഇതിന്റെ ഇടയ്ക്ക് ചില ഗ്യാപ്പിൽ മാത്രം കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുകയാണ്. അത് കുറച്ച് അടുപ്പിച്ച് കളർ കൊടുക്കുകയാണ്. കണ്ടല്ലോ. ഇനി ഞാൻ അടുത്ത കളറിലേക്ക് സ്വിച്ച് ചെയ്യണം. അടുത്ത കളറ് പീച്ചാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രിസ്മ കളർ അല്ല, നിങ്ങളുടെ കയ്യിൽ ഈ പീച്ച് കളർ ഇല്ല എങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് ആയാലും കുഴപ്പമില്ല. കുറച്ച് ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇതിന്റെ മേലേക്ക് ഒന്ന് ഫുൾ കളർ ചെയ്യുവാണ്. അതായത് ഫുള്ളായിട്ട് കൊടുക്കുവാണ്. ആ ഒരു ഗ്യാപ്പ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ലൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഒട്ടും പ്രഷർ ഉപയോഗിക്കാതെയാണ് കൊടുക്കുന്നത്. ഇത്രയും കൊടുത്തു. ഞാൻ ഇനി ഈ സെയിം പ്രോസസ്സ് ഈ എല്ലാ മുള്ളുകൾക്കും റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, കുറച്ച് നല്ല ക്ഷമ വേണം. പക്ഷെ ക്ഷമയോടെ തന്നെ അത് നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ കളർ ചെയ്ത് അതേ പാറ്റേണിൽ തന്നെ ഇത് കളർ ചെയ്യരുത്. അതായത് ഞാനിപ്പോൾ ഇവിടെ 4 വരുന്ന രീതിയിൽ എല്ലായിടത്തും കളർ ചെയ്തു. പക്ഷെ ഇത് കണ്ടോ, ഇവിടെ കളർ കൂട്ടി കൊടുക്കുന്ന സ്ഥലം അത് എല്ലായിടത്തും സെയിം ആകാതെ ശ്രദ്ധിക്കണം. ഇവിടെ 3 എണ്ണം, ഇവിടെ 1 എണ്ണമാണ് കൂട്ടി കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ അത് നമുക്ക് കുറച്ച് മാറ്റി ഇതിനോട് അടുത്തായിട്ട് ഞാനൊന്ന് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്. അതിന് ഇവിടെ 1 കൊടുക്കുകയാണ്. അത്രേ ഉള്ളൂ, നിർത്തി. അതായത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു 1 എണ്ണം, 2 എണ്ണം, ഇവിടെ വേറൊരെണ്ണം, അങ്ങനെ കൊടുക്കുകയാണ്. ഇവിടെ വരുമ്പോൾ വീണ്ടും 1 എണ്ണം, 2 എണ്ണം, നിർത്തി. അങ്ങനെ പലതിലും പലതരത്തിൽ വേണം ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നത് കൊടുക്കുക. ഇവിടെ 4 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 4 എണ്ണം, ഇവിടെ 1 എണ്ണം. അങ്ങനെ നിങ്ങൾക്ക് റാൻഡം ആയിട്ട് കുറച്ച് നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. ഇത് സീക്വൻസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോയാൽ നമുക്കിത് ഫുൾ അങ്ങനെ ഫില്ല് ചെയ്യാം. നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആവണ്ട, ഇതിൽ എത്ര എണ്ണം കൊടുക്കണം, ഇതിൽ എത്ര എണ്ണം കൊടുക്കണം. നമ്മളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പീച്ച് എടുക്കുന്നു, ഓവറോൾ അതൊന്ന് കളർ ചെയ്യുന്നു. ലൈറ്റ് ആയിട്ടാണ്, പ്രഷർ കൊടുക്കാതെയാണ് ചെയ്യുന്നത്. ഇത് ഫുള്ള് ആ കൂർത്തിരിക്കുന്ന സ്ഥലം, ആ മുള്ള ഒരു ലെയർ കളർ അടിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഗ്രീൻ എടുക്കാം. ഗ്രീൻ എന്ന് പറയുമ്പോൾ ഞാൻ ഡാർക്ക് ഗ്രീൻ ആണ് എടുക്കുന്നത്. പ്രിസ്മ കളറിൽ വരുമ്പോഴത്തേക്കും ഗ്രാസ് ഗ്രീൻ. അത് വെച്ചിട്ട് ഇത് ഒരു ഹെക്സഗൺ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സർക്കിൾ എന്ന് പറയുന്ന ആ ഷേപ്പ് ഫുള്ള് ഞാൻ അത് വെച്ചിട്ടൊരു ബോർഡർ പോലെ അടിക്കാൻ പോവാണ്. ബോർഡർ പോലെ എന്ന് വെച്ചാൽ എക്സാമ്പിൾ നമുക്ക് ഇതെടുക്കാം. ഇതിനകത്ത് ഞാൻ ഈ ആദ്യം ചെയ്ത പോലെ ഫൈബർ രൂപത്തിൽ ഇതിനൊരു ബോർഡർ കൊടുക്കുകയാണ്. ഒരു ലെയറാണ് ചെയ്യുന്നുള്ളൂ, ഒരൊറ്റ ലെയർ. ഞാൻ ഈ ഭാഗവും കവർ ചെയ്തിട്ടാണ് ആ ബോർഡർ കൊടുക്കുന്നത്. അടുത്ത നമുക്കിനി ഈ എല്ലാ സർക്കിളിലും ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. പൈനാപ്പിളിന് ഒരു ഗ്രീൻ അണ്ടർടോൺ ഉണ്ട് ഈ ഭാഗത്ത്, അതുകൊണ്ടാണ് നമ്മളിതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെന്ന് പറഞ്ഞാൽ ഫുൾ സർക്കിൾ നമ്മളിവിടെ കാണിക്കുന്നില്ല, പകുതിയെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പകുതി മാത്രം ബോർഡർ ചെയ്താൽ മതി, ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ വരുന്ന ഗ്യാപ്പിലൊക്കെ യെല്ലോ കളർ അടിക്കാൻ പോവുകയാണ്. യെല്ലോ കളർ എന്ന് പറയുമ്പോൾ കാനറി യെല്ലോ ആണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് ഇതിന്റെ ഇടയ്ക്കുള്ള സ്പേസിലെല്ലാം ഞാൻ ഈ യെല്ലോ കളർ ഫില്ല് ചെയ്യുകയാണ്. ഇടയ്ക്കുള്ള സ്പേസും കൂടാതെ ഈ ഭാഗത്തിന്റെ താഴ്വശവും യെല്ലോ കളർ വെച്ച് ഫില്ല് ചെയ്യുകയാണ്. കാണിച്ചു തരാം. ഈ ഒരെണ്ണം എടുക്കുവാണെങ്കിൽ ഇവിടുന്ന് ഇതും വളരെ ലൈറ്റ് ആയിട്ടാണ് അടിക്കുന്നത്, പ്രഷർ കൊടുക്കാതെയാണ് അടിക്കുന്നത്. പിന്നെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്യുവാണ്. എന്നിട്ട് ഇതിന് താഴ്വശം മുകളിലേക്ക് ഇല്ലാണ്ട് താഴ്വശത്ത് മാത്രം കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്തൊരു സ്പേസ് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ടോ, ആ ഗ്യാപ്പിലും ഇത് ഈ യെല്ലോ കളർ വെച്ച് കൊടുക്കുകയാണ്. ഈ സെയിം പ്രോസസ്സ് നമ്മളിനി എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്യണം. ഇനി അടുത്തതായിട്ട് ഞാനൊരു പേർപ്പിൾ ഷെയ്ഡിലേക്ക് പോവാണ്. ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ്, കളറിലെ മൾബറി ഷെയ്ഡാണിത്. അത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ചില സ്ഥലത്തേക്ക് കുറച്ച് സ്പോട്സ് പോലെ കൊടുക്കാൻ പോകണം. അതായത് ഈ റൗണ്ട് വരുന്ന ഭാഗത്ത് എല്ലായിടത്തും അല്ല, വളരെ റാൻഡമായിട്ട് അവിടെയും ഇവിടെയുമായിട്ട് കുറച്ച് സ്പോട്ട്സ് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് റൗണ്ടായിട്ട് വളരെ റാൻഡമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. എല്ലായിടത്തും വേണ്ട, ഒരു 4-5 എണ്ണം മതിയാകും.
ഇഷ്ടമുള്ള പോലെ റാൻഡമായിട്ട് കൊടുക്കാം. അടുത്തത് ഞാൻ ഓറഞ്ച് കളറിലേക്ക് പോവാണ്. ആദ്യം എടുക്കുന്നത് സ്പാനിഷ് ഓറഞ്ച് ഷെയ്ഡാണ്, അതായത് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്. ഇതെടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഈ ബോർഡറിൽ അവിടെ ഒന്നും കൂടി ഒരു ലെയർ പോലെ ചെയ്യുവാണ്, അകത്തേക്ക് വരുന്ന രീതിയിൽ. അതായത് ഈ ബോർഡറിൽ നിന്ന് വന്ന് ഇവിടം വരെ എത്തുന്ന രീതിയിൽ ഒന്ന് ലെയർ ചെയ്യും. ശ്രദ്ധിക്കണം, ഈ ഭാഗത്ത് ഓറഞ്ച് കൊടുക്കുന്നേ ഇല്ല. ഇത് കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് പ്രഷർ കൊടുക്കുന്നുണ്ട്. മറ്റേ ആദ്യം ചെയ്ത ലെയർ പോലെ അല്ല, ഒരു അല്പം കൂടി പ്രഷർ കൂട്ടിയാണ് എന്നെ കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രഷർ അല്ല, കുറച്ചും കൂടി കൂടുതൽ പ്രഷർ കൊടുക്കുന്നുള്ളൂ. ഇത് കവറായി. ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് ബാക്കി എല്ലാത്തിനും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മൾ പറഞ്ഞ ബേർണിഷിങ് ടെക്നിക്കാണ്. കുറച്ചും കൂടി പ്രഷർ കൂട്ടുമ്പോൾ ആ വൈറ്റ് ലെയേഴ്സ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കിടുന്ന വൈറ്റ് ക്യാപ്സ് ഒക്കെ ഒന്ന് കവറായി പോയിക്കോളും. ഈ സ്പോട്സ് നമ്മൾ ഇവിടെ കൊടുത്തില്ലേ, അതും കൂടി ഉൾപ്പെടുത്തി നമുക്കിത് കളർ ചെയ്യും. നമ്മൾ ഇത്രയും കവർ ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വൈറ്റ് എടുക്കുവാണ്. വൈറ്റ് എടുത്തിട്ട് ഈ മുള്ള് വരുന്ന ഭാഗം അതിന്റെ മേലെ ഫുൾ ആയിട്ട് ബർണിഷ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ബർണിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലെൻഡിങ് ടെക്നിക്സിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രഷർ കൊടുത്ത് കളേഴ്സ് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. നല്ല പ്രഷർ കൊടുത്ത് ഇതിന്റെ മേലെ അടിക്കുവാണ്. ഈ മുള്ളിന്റെ ഭാഗത്ത് മാത്രം ആദ്യം ഇത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു സ്പേസിൽ ഈ ഒരു മഞ്ഞ വരുന്ന ഭാഗം അത് വിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇനി ഈ സെയിം പ്രോസസ് വീണ്ടും എല്ലാ മുള്ളുകളുടെ മേലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അത് ചെയ്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഓറഞ്ച് കളർ എടുക്കാം. കറക്റ്റ് ഓറഞ്ച് കളർ ഇത് വെച്ച് നമ്മൾ ആദ്യം സ്പാനിഷ് ഓറഞ്ച് വെച്ച് ചെയ്ത അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഭാഗത്ത് ഈ ഓറഞ്ച് വെച്ച് അടിച്ച ഭാഗത്ത് ഒന്നും കൂടി ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പോകും. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ബോർഡറിൽ കുറച്ച് ഡാർക്ക് ആയിട്ടും അകത്തേക്ക് വരുന്നതോറും കുറച്ച് ലൈറ്റ് ആയിട്ടുമാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു ലെയർ ബോർഡറിൽ കൊടുക്കുകയാണ്. എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഈ പാട്ടിലുള്ള ഒരു ക്ലിപ്പ് മിസ്സിംഗ് ആണ്, കറക്റ്റ് ആയിപ്പോയി. ഓറഞ്ച് ഷെയ്ഡ് വെച്ച് പൈനാപ്പിൾ ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ആ മുള്ള് ഉള്ള ഭാഗത്ത് ഒന്നും കൂടി ബോർഡറിൽ ഒന്ന് ബേർണിഷ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഇടയ്ക്കൊക്കെ വരുന്ന വൈറ്റ് ഗ്യാപ്സ് ബ്രൗൺ വെച്ച് ഒന്ന് ഫില്ല് ചെയ്യുവാണ്. വളരെ ലൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. വൈറ്റ് ഗ്യാപ്സ് മാത്രം ഒന്ന് ഫില്ല് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ പൈനാപ്പിളിന്റെ ബോർഡ് റെഡിയായി. ഇനി നമുക്ക് അതിന്റെ ലീഫും കൂടി വരച്ചാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ലീഫ് വരച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ലീഫ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പാനിഷ് ഓറഞ്ച് ഒന്നും കൂടി എടുക്കുവാണ്. എന്നിട്ട് എല്ലാ ലീഫിന്റെയും ബോർഡറിൽ ഒന്നൊരു ചെറിയ ഒരു ലെയർ പോലെ ചെയ്യണം. ഈ ലീഫ് ഇതിന്റെ മേലെ ആയിട്ട് വരുന്ന പോലെ വരയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ കളർ ചെയ്യാത്ത. ഞാൻ വന്ന് വാച്ച് കളയുവാണ്. നമ്മളിപ്പോൾ ലീഫ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ എവിടെയൊക്കെ ഏതൊക്കെ ലീഫാണെന്നൊരു ഐഡിയ ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കൂടുതൽ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ എടുക്കുകയാണ്, ഡാർക്ക് ഗ്രീൻ. അത് വെച്ചിട്ട് എല്ലാ ലീഫിനെയും നടുക്കോട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. നടുക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ലൈൻ പോലെ നടുക്ക് കളർ ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ അടുത്ത ലെയറായിട്ട് അടുത്ത ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആണ്. അത് ഫുള്ള് ഈ ലീഫ് ഫുള്ള് കളർ ചെയ്യുവാണ്. ഒരു ലെയർ വളരെ ലൈറ്റ് ആയിട്ടാണ് അടിക്കുന്നത്, ഒട്ടും പ്രഷർ ഇല്ലാതെ അടിക്കുകയാണ്. ഫുള്ളായിട്ട് കവർ ചെയ്യുവാണ്. ഇപ്പൊ നമുക്ക് ആ ലീഫിന്റെ ഷേപ്പ് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവും. ഞാൻ ആ പെൻസിൽ വെച്ച് വരച്ചേക്കുന്നതിന്റെ മേലെയൊക്കെ ഈ സെയിം കളർ കൊടുക്കണം. ശ്രദ്ധിക്കണം, ഒട്ടും പ്രഷർ കൊടുക്കാതെയാണ് ചെയ്യുന്നത്. ഈ ട്രയാങ്കിൾ പോലുള്ള ഭാഗം ഞാൻ ഫുൾ ഇത് വെച്ച് കവർ ചെയ്യുവാണ്, അതിന്റെ ഷേപ്പ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ പിങ്ക് കളർ എടുക്കുവാണ്. ഈ ലീഫിന്റെ അറ്റമില്ലേ ഇവിടെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭാഗം, ഞാൻ അത് വെച്ചൊന്ന് ടിപ്പിലൊന്ന് കൊടുക്കണം. നെക്സ്റ്റ് പീച്ച് എടുത്തിട്ട് അതിന്റെ മേലെ ഇപ്പൊ കൊടുത്തതിന്റെ മേലെ ഒന്ന് ഇതുപോലെ തന്നെ ചെയ്യുവാണ്. ഇനി ഈ സെയിം പീച്ച് കളർ ഉപയോഗിച്ച് ഈ ലീഫിൽ നമ്മൾ ലൈൻ ആദ്യം വരച്ചിരുന്നു, അതിന്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുക്കണം. എല്ലായിടത്തും കൊടുക്കുന്നില്ല, ഇത് ഇടയ്ക്കൊക്കെ കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് ബ്രൗൺ കളർ എടുക്കാം, സിയന ബ്രൗൺ. എന്നിട്ട് ഈ ലീവ്സിന്റെ ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ലീവ്സില്ലേ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ഒന്നും കൂടി ഇതിന്റെ മേലേക്ക്. ഇപ്പൊ ഈ ഭാഗം കുറച്ചും കൂടി ഡാർക്കായിട്ടും ഇവിടെ കുറച്ച് കമ്പാരിറ്റീവ്ലി ലൈറ്റ് ആയിട്ടുമാണ് ചെയ്യുന്നത്. നമ്മൾ ലൈറ്റ് അവിടെ നിന്ന് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഡാർക്കറും അവിടെ ലൈറ്റും ആണ്. സെയിം ബ്രൗൺ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഇവിടെ പീച്ച് ചെയ്തിരുന്നു, അതിനിടയ്ക്ക് കുറച്ച് സ്പോട്സ് പോലെ കൊടുക്കാം.
ഇനി നമ്മൾ ബ്ലൂ ഷെയ്ഡ് എടുക്കുവാണ്, ട്രൂ ബ്ലൂ. അത് വെച്ചിട്ട് ഞാൻ ഇതിന്റെ മേലെ ഒരു ലൈറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ലെയർ കൊടുക്കണം. അതിന് ഫുള്ളും മേലെ വളരെ ലൈറ്റ് ആയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഇനി കളർ സ്പ്രെഡ് ആകാതിരിക്കാൻ ഒരു പേപ്പർ ഇതിന്റെ മേലെ വെച്ചിട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ഈ സെയിം പ്രോസസ്സ് ഒരു യെല്ലോ ഷെയ്ഡ് എടുത്ത് ചെയ്യണം. ഗോൾഡൻ റോഡ് എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്. ഇത് വെച്ചിട്ട് സെയിം പ്രോസസ്സ് ഇതിന്റെ മേലേക്ക് ചെയ്യണം, ലൈറ്റ് ആയിട്ട്, വളരെ ലൈറ്റ് ആയിട്ട്. ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ ഗ്രാസ് ഗ്രീനിലേക്ക് തിരിച്ചു വരുവാണ്. അത് നല്ലോണം ഷാർപ്പൻ ചെയ്തിട്ട് ഇത് വെച്ച് നമ്മൾ ഈ ലീവ്സിനെ ബേർണിഷ് ചെയ്യാൻ പോവാണ്. ബേർണിഷ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ സൈഡ് ചെയ്യാം, നടുക്ക് ചെയ്യാം. കാണിച്ചു തരാം. ആദ്യം സൈഡ് അകത്തേക്ക് വരും തോറും പ്രഷർ കുറയ്ക്കുക. അതുപോലെ ഈ സൈഡ് നടുക്ക് അകത്ത് ഫില്ല് ചെയ്യുക, പക്ഷെ പ്രഷർ കുറച്ച് ചെയ്താൽ മതി. അകത്ത് ബോർഡറിലേക്കും നടുക്ക് വരുമ്പോഴാണ് നമുക്ക് പ്രഷർ കൂട്ടുന്നത്. ഈ സെയിം പ്രോസസ്സ് നമുക്ക് ഇനി എല്ലാ ലീഫിനും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ പെൻസിൽ നല്ല ഷാർപ്പാക്കി വെക്കാൻ നോക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ആപ്പിൾ ഗ്രീൻ എടുക്കുവാണ്. എന്നിട്ട് ഇതിന്റെ അകത്ത് ബേർണിഷ് ചെയ്യണം. ഇത് ആദ്യം എടുത്ത ഷെയ്ഡിനെക്കാളും കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡാണ്. നമ്മൾ ഡാർക്ക് ഷെയ്ഡ് വെച്ച് ബോർഡറും നടുക്കും കൊടുത്തു. ഈ ബാക്കിയുള്ള ഭാഗത്ത് ഇത് വെച്ച് നമുക്ക് ബേർണിഷ് ചെയ്യും. ഇതിപ്പോ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ഈ റൈറ്റ് സൈഡിലൊന്ന് ബോർഡറിലേക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം, വളരെ ലൈറ്റ് ആയിട്ട്. ഈ സെയിം പ്രൊസീജിയർ നമുക്ക് സിയന ബ്രൗൺ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലും ചെയ്യാം. നമുക്ക് ഇതിന്റെ അടിയിൽ ഞാൻ പറഞ്ഞു ഇവിടുന്നാണ് നമ്മൾ ലൈറ്റ് വരുന്നത്. അപ്പോൾ ഏകദേശം ഈ ഭാഗത്തായിട്ട് കുറച്ച് നിഴല് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് പെൻസിൽ വെച്ച് ഇവിടെ ഒന്ന് ഷെയ്ഡ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പെൻസിൽ കളേഴ്സ് വെച്ചിട്ടുള്ള പൈനാപ്പിൾ റെഡി. വീഡിയോ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ പതിവ് പോലെ കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ അടുത്ത വീഡിയോന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ അടുത്ത തവണ കാണുന്നവരെ ബൈ.